നമസ്കാരം. ശനിയുടെ പുത്രനാണ് മാന്തി അഥവാ ഗുളികൻ. ജാതകത്തിലും പ്രശ്നത്തിലും മുഹൂർത്തത്തിലുമെല്ലാം ഗുളികന് പ്രാധാന്യം നൽകി കാണുന്നു. ഗുളികൻ അറിയാതെ ഒരു ജനനവും നടക്കാറില്ല. ലഗ്നത്തിൽ സംശയം വരുന്ന അവസരങ്ങളിൽ ലഗ്നത്തെ സ്ഥിരപ്പെടുത്തുവാനും ഗുളികനെ ആശ്രയിക്കാറുണ്ട്. ഗുളികൻ നിൽക്കുന്ന രാശി, അതിൻ്റെ 5, 9 രാശികൾ, നവാംശ രാശി, ശകരാശി എന്നിവയിൽ ഒന്നായിരിക്കും ലഗ്നരാശി. ലഗ്നത്തിൽ ഗുളികൻ മാത്രം നിൽക്കുന്നത് രാജയോഗമാണ്. 6ലും 11ലും ഒഴിച്ച് ബാക്കിയുള്ള ഭാവങ്ങളിലെ ഗുളികസ്ഥിതി അനിഷ്ടഫലങ്ങളാണ് നൽകുന്നത്. ഈ ജൂൺ മാസം ഗുളികൻ മൂലം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നുചേരും. ഗുളികന്റെ കടാക്ഷത്താൽ രാജയോഗ തുല്യമായ ഫലങ്ങൾ നേടുന്ന നക്ഷത്രക്കാർ ഇനി പറയുന്നവരാണ്. ഏതൊക്കെ നക്ഷത്രക്കാരാണ് രാജയോഗ തുല്യമായ ഫലങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവയിൽ ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം ഗുളിക കടാക്ഷത്താൽ ദിശാബോധത്തോടെ സഞ്ചരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഫലമായി കാണുന്നത്. ഇങ്ങനെയുള്ളവരെ സാമൂഹികമായ അംഗീകാരങ്ങൾ തേടിയെത്തും. ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് ജീവിതത്തിൽ സാധിക്കുന്നതാണ്. കൂടാതെ പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരും. കലയുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് കാണുന്നത്. കൂടാതെ സ്ഥലമാറ്റ കാര്യങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുന്നത്. കൂടാതെ ഈ സമയം ജോലി ലഭിക്കുവാനും അനുകൂലമായ ജോലിയിലേക്ക് മാറുവാനും ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനും സാധ്യത കൂടുതലാണ്. പുതിയ വാഹനങ്ങൾ വാങ്ങുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. അപകട സാധ്യതകളെ ഇല്ലാതാക്കുവാൻ ഗുളിക കടാക്ഷത്താൽ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഗുളികന്റെ കടാക്ഷത്താൽ ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരും. പ്രതീക്ഷിക്കാതെ തന്നെ ധനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാണ്. പലവിധ സഹായധനങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. ചെലവുകളുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം എന്നുള്ളത് പോലെ തന്നെ ധനം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുവാനുള്ള അവസരങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും എന്ന് ഓർക്കുക. ഈ സമയം നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ട കാര്യം എന്നുള്ളത് പരമേശ്വരനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പരമശിവനെ പ്രാർത്ഥിച്ച് ആരാധിച്ച് മുന്നോട്ടു പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. പരമശിവന് ക്ഷേത്രത്തിൽ കൂവളമാലയും പിൻവിളക്കും ധാരയും സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്കും ഈ സമയം വളരെ അനുകൂലമായ ഫലം നേടിത്തരുന്നതാണ്. ഈ സമയം നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാവുന്ന വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടും എന്നുള്ളത് തന്നെയാണ് ഫലമായി കാണുന്നത്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിജയങ്ങൾ കരസ്ഥമാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കും. ഈ സമയം സ്വതന്ത്രമായ ചില പദവികൾ നിങ്ങൾക്ക് ലഭിക്കുവാനും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ചിലത് നടക്കുവാനും ഗുളിക കടാക്ഷത്താൽ കഴിയും എന്നുള്ള കാര്യം ഓർക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സംതൃപ്തി നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാണിത്. ജീവിതവുമായി ബന്ധപ്പെട്ട് ബിസിനസ് പരമായി സന്തോഷവും സുഖവും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ഈ സമയം ചില വ്യക്തികൾ പിണക്കം മറന്ന് നിങ്ങളുടെ അരികിലേക്ക് വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയും നടത്താതെയും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കൂടാതെ വിവാഹകാര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഒരു സമയമായി തന്നെ ഇതിനെ കണക്കാക്കാം.
കൂടാതെ പഠനവുമായി ബന്ധപ്പെട്ടും കലാമേഖലയിലും അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് ഈ സമയത്ത് കാണുന്നത്. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അത്തരം നഷ്ടങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നേറുവാൻ സാധിക്കും എന്നുള്ള കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതാണ്. കടബാധ്യതകൾ ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാകുന്നു. ഈ സമയം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് പരമേശ്വരനെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ആരാധിക്കുക എന്നുള്ള കാര്യമാണ്. പരമേശ്വരനെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോകുന്നതിലൂടെ പല തടസ്സങ്ങളും ഒഴിവാക്കുവാനും പല അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ഭവിക്കുവാനും കാരണമായി തീരും. കൂടാതെ ഈ സമയം ശിവക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് ധാരയും പിൻവിളക്കും സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമായി തീരും. അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാണ്. ഗുളിക കടാക്ഷത്താൽ നിങ്ങൾക്ക് ഗുണഫലങ്ങൾ വർദ്ധിക്കാവുന്ന സമയമാണിത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി തന്നെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്നതാണ്. അനുകൂലമായ ഫലങ്ങളുടെ കാര്യമാണ് ഇത്തരത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. അനുകൂലമായ സമയം തന്നെയാണ് ഇത് എങ്കിലും ശ്രദ്ധിച്ചു പോയില്ല എങ്കിൽ ചില നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചേക്കാം. അത് തൊഴിൽ നഷ്ടമാകാം. കൂടാതെ ലോൺ മുതലായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുവാനും അതിലൂടെ വിജയങ്ങൾ കരസ്ഥമാക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ ഗുളിക കടാക്ഷത്താൽ വിദേശത്തും അല്ലെങ്കിൽ സ്വദേശത്തും നിങ്ങൾക്ക് ജോലി ലഭിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ സമയം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ്. വീട്, വാഹനം, വസ്തു മുതലായ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഈ സമയം നിങ്ങൾക്ക് ജീവിതത്തിൽ ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിക്കുന്നതാണ്. വളരെ മുൻകൂട്ടി കണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യുവാൻ സാധിക്കും. എന്നാൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാനമായും പരമശിവനെ ആരാധിക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവാന് ധാരയും പിൻവിളക്കും കൂവളമാലയും സമർപ്പിക്കുന്നതും സർവൈശ്വര്യപ്രദമാകുന്നു. അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലേക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നുചേരും എന്നുള്ള കാര്യം ഓർക്കുക. സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വന്നു ഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെ ഓർക്കുക. ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടും തർക്കം നിലവിലുണ്ടെങ്കിലും അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരും. ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അഡ്മിഷൻ ലഭിക്കുവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിദേശത്തോ നാട്ടിലോ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കോ പഠിക്കുന്നവർക്കോ അല്ലെങ്കിൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കോ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. ഈ സമയം കൂട്ടുകെട്ടുകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വന്നുചേരുന്ന അപകടങ്ങളെ ഗുളിക കടാക്ഷത്താൽ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. ഈ സമയത്ത് ദാമ്പത്യപരമായി അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സമയം നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ തീർത്ഥാടനത്തിനുള്ള അവസരങ്ങൾ വന്നുചേരും. ഇഷ്ടദേവതകളുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനുള്ള അവസരം ലഭിക്കുന്നതാണ്. ഈ സമയം പലതരത്തിലുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ സഹായ ധനം ലഭിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഗുളിക കടാക്ഷത്താൽ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്. ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളമാലയും പിൻവിളക്കും ധാരയും സമർപ്പിക്കുക. നിത്യവും ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുവാൻ മറക്കാതിരിക്കുക. അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ അനുകൂലമായ ഫലങ്ങൾ വന്നുഭവിക്കുന്ന സമയം തന്നെയാണ്. ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിഘ്നങ്ങൾ അകന്നുമാറി നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും എന്നോർക്കേണ്ടതാണ്.
പ്രധാനമായും നേട്ടങ്ങൾ വർദ്ധിക്കുന്ന സമയം എന്ന് തന്നെ നിസ്സംശയം പറയാവുന്നതാണ്. ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ സാധിക്കുന്നതാണ്. സമാധാനപൂർണമായി തന്നെ മുന്നോട്ടു പോകുവാൻ സാധിക്കും. മുൻപ് പലപ്പോഴായി പരാജയപ്പെട്ട പല കാര്യങ്ങളും ഇപ്പോൾ സഫലമാകും എന്ന് തന്നെ ഓർക്കേണ്ടതാണ്. ഈ സമയം നിങ്ങൾക്ക് അനുഗ്രഹം നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. പഴയ രേഖകൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയോ അല്ലെങ്കിൽ അനുമതി പത്രങ്ങൾ ലഭിക്കുകയോ ചെയ്യാം. ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് പലവിധ സമ്മർദ്ദങ്ങൾ ഉയരുന്ന സമയമാണ് ഇത് എങ്കിലും ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്ന് തന്നെ ഉറപ്പിക്കുക. കടബാധ്യതകൾ തീർക്കുവാനുള്ള ചില പോംവഴികൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അഥവാ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവധി അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടുതൽ കൂട്ടിക്കിട്ടുവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇത്തരത്തിൽ കടബാധ്യതകളിൽ നിന്നും ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കാവുന്നതാണ്. കൂടാതെ സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും കൂടുതലുണ്ട്. ഊഹക്കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട് ആദായം വർദ്ധിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ്. കലാമേഖലകളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാവുന്നതാണ്. കലാകാരന്മാർക്കും ഇത്തരത്തിൽ ചില അനുകൂലമായ അവസരങ്ങൾ വന്നുചേരും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. ഈ സമയത്ത് നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും പരമേശ്വരന് കൂവളമാലയും പിൻവിളക്കും ധാരയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യപ്രദമാണ്. കൂടാതെ നിത്യവും പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർക്ക് ഗുളിക കടാക്ഷത്താൽ പുഷ്ടിയുണ്ടാകുന്ന സമയം തന്നെയാണ് ഇത് എന്ന് പറയാം. ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം തന്നെയാണിത്. അനുകൂലമായ പല മാറ്റങ്ങൾക്കും കാരണമായി തീരുന്ന ഒരു സമയം തന്നെയാണിത്. ഈ സമയം നിങ്ങൾക്ക് നേതൃത്വസിദ്ധി വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാണ്. മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് ഗുളിക കടാക്ഷത്താൽ ഒരു അയവ് ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് ഓർക്കേണ്ടതാണ്. ഗുളിക കടാക്ഷത്താൽ ശത്രുക്കളുടെ പല പ്രവർത്തനങ്ങളും നന്നായി പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ ഉണർവ്, ഉന്മേഷം, ആത്മവിശ്വാസം എന്നിവ ഗുളിക കടാക്ഷത്താൽ നിങ്ങൾക്ക് വർദ്ധിക്കും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ്. സാമ്പത്തികപരമായി പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വന്നുഭവിക്കുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഈ സമയം നിങ്ങൾക്ക് വളരെയധികം ഗാർഹിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് എങ്കിലും അത് ശരിയായ രീതിയിൽ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ അപകടത്തിനുള്ള സാധ്യത ഈ സമയം കൂടുതലാണെങ്കിൽ പോലും ഗുളിക കടാക്ഷത്താൽ ഒരു പരിധിവരെ ഇത്തരം അപകടങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പല വ്യക്തികളും പല അവസരങ്ങളിലും നിങ്ങളെ സഹായിച്ചിട്ടില്ല എന്നുള്ള കാര്യം വാസ്തവമാണ്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അല്പം മാറുവാനുള്ള സാധ്യത കൂടുതലാണ്. സഹായധനം അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ പിന്തുണ ചിലപ്പോൾ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ സമയം മനസ്സിന് സന്തോഷം നൽകുന്ന ചില കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ചേക്കാം. പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. ഗുളിക കടാക്ഷം ഉള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ അനുകൂലമായ ഫലങ്ങൾ വന്നു ഭവിക്കും. ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും പരമേശ്വരനെ നിത്യവും ആരാധിക്കുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും കൂവളമാലയും പിൻവിളക്കും ധാരയും സമർപ്പിച്ചുകൊണ്ട് പരമേശ്വരനെ പ്രാർത്ഥിക്കുന്നതും ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു തരും എന്നുള്ളത് നിസ്സംശയം പറയാവുന്നതാണ്. അടുത്ത ഒരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് കൃത്യതയോടെ തന്നെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ്. പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പഠിക്കുവാനും തിരിച്ചറിയുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരും. ഗുളിക കടാക്ഷത്താൽ ആത്മശക്തിയും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരും. എന്നാൽ ഈ സമയം
ചില താൽക്കാലികമായ തിരിച്ചടികൾ ഉണ്ടാകും എങ്കിൽ പോലും അത് ഗുളിക കടാക്ഷത്താൽ തരണം ചെയ്യുവാനുള്ള അവസരവും നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടാകും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വളരെ കൃത്യതയോടും വേഗത്തിലും ചെയ്തു തീർക്കുവാനും പൂർത്തീകരിക്കുവാനും സാധിക്കും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ്. കൂടാതെ കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ ഫലങ്ങൾ വന്നുചേരും. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാനും വളരെ സഹകരണത്തോടെ മുന്നോട്ടു പോകുവാനും നിങ്ങൾക്ക് സാധിച്ചെന്നു വരാം. പല വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടും തർക്കങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നുചേരുവാനുള്ള സാധ്യത കൂടുതലാണ്. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അത് വീട്ടുവാനുള്ള പോംവഴികൾ ലഭിക്കുവാനോ അല്ലെങ്കിൽ സമയം നീട്ടിക്കിട്ടുവാനോ ഉള്ള സാധ്യത കൂടുതലാണ്. മക്കളുടെ വിവാഹകാര്യവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ ഭവിക്കാം. ഈ സമയം പല വ്യക്തികളെയും കണ്ടുമുട്ടുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാനും ഈ സമയം സാധിക്കുന്നതാണ്. ഈ സമയം വന്നു ചേരാവുന്ന ചില അപകടങ്ങളെ ഒരു പരിധിവരെയെങ്കിലും ഗുളിക കടാക്ഷത്താൽ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ്. കൂടാതെ നിക്ഷേപങ്ങൾക്കും അനുകൂലമായ സമയം തന്നെയാണിത്. ഈ സമയം നിങ്ങൾ പരമശിവനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ടു പോകേണ്ടത് അനിവാര്യമായ കാര്യമാണ്. പ്രത്യേകിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തുവാനും ഭഗവാന് പിൻവിളക്കും ധാരയും കൂവളമാലയും സമർപ്പിക്കുവാനും ദിവസവും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. ശിവക്ഷേത്രത്തിൽ വച്ച് 108 തവണ ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും വളരെ വിശേഷമാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നുഭവിക്കും എന്നുള്ളതും ഓർക്കേണ്ടതാണ്. ശിവക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് നിത്യവും ഭഗവാനെ ആരാധിക്കുന്നതും ഏറ്റവും ഉത്തമമായ കാര്യമാണ്.